അസ്സലാമലൈക്കും മക്കളെ, സുഖമല്ലേ എല്ലാവർക്കും? അനക്കും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പപ്സ് ഉണ്ടാക്കാം, മുട്ട പപ്സ്. അതിൻ്റെ പണിയെടുക്കാം. നമുക്ക് മുട്ട അടുപ്പത്ത് വെക്കാം. 3 മുട്ട 6 പപ്സ് ആക്കാൻ വേണ്ടിയിട്ട് 6 പപ്സ് ആക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട ഞാൻ ഇതാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇനി വേവട്ടെ. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ മാവ് ഇടാം. 3 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടത്. കുറച്ച് നമുക്ക് ഈ പ്ലേറ്റിൽ തന്നെ വെക്കാം. അത് കുഴക്കുമ്പോൾ വെള്ളമായെങ്കിൽ കുറച്ചും കൂടി ഇടാമല്ലോ. നന്നായി ഇത് കുറച്ചായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് പപ്സിന്. നമ്മളെ മാവ് നന്നായി കുഴച്ചെടുത്ത് അടിപൊളിയായിട്ട് കുഴച്ച് കഴിഞ്ഞ് നമുക്ക് ഓരോരു ബോളാക്കിയിട്ട് എണ്ണയിൽ വെക്കാം. കുറച്ച് എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ചായിട്ട് ഉരുള ആക്കിയിട്ട് നമുക്ക് വെക്കാം. നന്നായി നമുക്ക് 6 എണ്ണം നല്ല ഉരുട്ടി എണ്ണയിലാക്കിയിട്ട് വെച്ച് ഞാൻ 6 എണ്ണം വെച്ച് ഇതാ 6 എണ്ണം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇത് നമുക്ക് വെക്കാം. നമുക്ക് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 3 നീരുള്ളി നേർങ്ങനെ മുറിച്ച് വാട്ടാൻ വേണ്ടിയിട്ട് 3 എണ്ണം. നന്നായി ഒന്ന് വാടട്ടെ. അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 എണ്ണം ചതക്കിയത്, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ചതക്കിയത് അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇത് വാടട്ടെ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയതാണ് ഞാനിപ്പോൾ ഇട്ടത്. നന്നായി ഒന്ന് വാടട്ട്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 സ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ്, 1 സ്പൂണ് ചുവന്ന മുളക് പൊടിച്ചത്. നന്നായി ഒന്ന് വാട്ടാം. 3 പച്ചമുളകും 3 ഈ വെളുത്തുള്ളി കഷ്ണവും 1 കഷ്ണം ഇഞ്ചിയും അതും കൂടിയിട്ടാണ് ഒന്നായിട്ട് മുളകും അതാണ് പേസ്റ്റ് ആക്കിയത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വാടട്ട്. വാടിയതിന് ശേഷം ബാക്കിയെല്ലാം ചേർക്കാം. നമ്മുടെ പപ്സിൻ്റെ മസാല റെഡിയായി, അടിപൊളി മസാലയാക്കി എന്നെ നമുക്ക് പപ്സിന് വരുത്താം. നമുക്ക് പപ്സിന് പരുത്താം. എന്നിട്ട് നമുക്കിത് ഇങ്ങോട്ടേക്ക് മറിക്കണം. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ പരുത്തണം. നന്നായി ഇങ്ങനെ പരുത്തിയതിൻ്റെ ശേഷം 1 സ്പൂണ് നമുക്ക് മസാല ആക്കിയത് വെക്കാം. 1 സ്പൂണ്. അതിലേക്ക് നമുക്ക് 1 മുറി മുട്ട വെക്കാം. 2 ഭാഗവും ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കാം. എന്നിട്ട് നമുക്ക്
ഒരു പപ്സ് ഇവിടെ റെഡിയാക്കി വെച്ച് ഞാൻ ഒരു മുട്ട കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലയിലേക്ക് ഞാൻ മുട്ട നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തു പരട്ടി കൊടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് പരട്ടി നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടിയിട്ടായിട്ട് ഇനി ഫുള്ള് ആയതിൻ്റെ ശേഷം ഇനി കാട്ടിക്കാം. നമ്മളെ പപ്സിൻ്റെ എല്ലാം ഇത് 6 പപ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കുന്നതിന് ഉപ്പട്ടെ നമുക്ക് ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പ് നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം ഉപ്പിടുമ്പോൾ. ഉപ്പിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ രസം ഇതിനുണ്ടാവും. പപ്സിന് വെള്ളമൊന്നും ഇല്ലാതെ ഉപ്പ് നന്നായി പൊടിച്ച ഉപ്പ് ഇങ്ങനെ നന്നായി ഇടാം. ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ റിങ് വെക്കാം. അതിലേക്ക് പപ്സ് നമുക്ക് ഇങ്ങനെ വെക്കാം. പപ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ അടുപ്പിൽ തീ കുറച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് അതിന് മൂടാം. മൂടിയതിന് ശേഷം നമുക്ക് ഒരു കനൂല് എന്തെങ്കിലും ഒരു സാധനം ഇതിലേക്ക് വെക്കാം. ഒരു 3/4 മണിക്കൂർ ഇതാവട്ടെ. തീ കുറക്കണം. 3/4 മണിക്കൂർ ഇത് വേണം. നമ്മളെ പപ്സ് ആയോന്ന് നമുക്ക് തുറന്ന് നോക്കാം. വെക്കാം മക്കളെ. നമ്മളിതാ മുട്ട പപ്സ് റെഡിയായിടെ. പിന്നെന്ത് വിശേഷം മക്കളെ? സുഖനല്ല എല്ലാവർക്കും. പിന്നെ എൻ്റെ പുതിയ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.